കാരണം ഇന്ന് നമ്മുടെ ഇമ്രാൻ ഹാഷ്മിയുടെ ആവാറാപ്പൻ 2 എന്ന സിനിമ കാണാൻ വന്നിരുന്നു. തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇമ്രാൻ ഹാഷ്മിയുടെ നമ്മൾ ഒരു 2004, 5, 6, 7, 8 എന്നൊക്കെ പറയുമ്പോൾ TV തുറന്നു കഴിഞ്ഞാൽ MTV, ചാനൽ വി, പിന്നെ അതുപോലെ ധാരാളം മ്യൂസിക് ചാനൽ നമ്മൾ മാറ്റി ഇടുമ്പോഴത്തേക്ക് ഒന്നിനും നമ്മൾ തൊപ്പി വെച്ചുകൊണ്ട് ഹിമേഷ് രേഷമ്മിയുടെ മൂന്നൊരു സംഭവം, പിന്നെ നമ്മുടെ ഇമ്രാൻ ഹാഷ്മിയുടെ പാട്ടുകൾ, അവരുടെ തന്നെ കോമ്പിനേഷൻ വന്ന പാട്ടുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന് തന്നെ ബാക്ക് ടു ബാക്ക് ഒത്തിരി സിനിമകൾ ഇറങ്ങിയിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ആവാരവൻ. ഇറങ്ങിയപ്പോഴത്തേക്ക് അത്രത്തോളം ഭയങ്കര ഒരു ഹിറ്റായിരുന്നില്ലെങ്കിലും ഓവർ എ പീരീഡ് ഓഫ് ടൈം എനിക്കൊരു ആ ഒരു സിനിമയ്ക്ക് ഒരു കൾട്ട് സ്റ്റാറ്റസ് നേടുകയുണ്ടായിരുന്നു. അപ്പം പ്രത്യേകിച്ച് ഒരു ലേറ്റ് 80, 90 കിഡ്സിൻ്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് അത്രത്തോളം, കാരണം ഇന്നും അവരുടെ പ്ലേ ലിസ്റ്റ് ഭരിക്കുന്ന പറയുമ്പോഴത്തേക്കും ആ ഒരു ലിസ്റ്റിൽ ഞാനും ഉൾപ്പെടും. അപ്പം ഞങ്ങളുടെ പ്ലേ ലിസ്റ്റ് ഭരിക്കുന്ന ഒരു പാട്ടുകളുള്ള സിനിമകൾ, അത്രത്തോളം പാട്ടുകൾക്ക് ആ സിനിമയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ആവാറാപ്പൻ 2 കാണാൻ എന്നെ പ്രേരിപ്പിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് പാട്ടിൻ്റെ ഒരു മ്യൂസിക് അവർ നല്ല രീതിയിൽ അവർ ഊറ്റിയെടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു പുതിയ ലിറിക്സ് വന്നിട്ട് റീക്രിയേറ്റഡ് വെർഷനൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ പാട്ടുകളും കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. ആവാരപ്പൻ നമ്മുടെ ഒരു ഫസ്റ്റ് പാട്ടിനെ പോലെ തന്നെ ഒരു ഗ്യാങ്സ്റ്റർ ഡ്രാമ തന്നെയാണ് ഈ ഒരു സിനിമ പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനിടയിൽ ഹ്യൂമൻ ട്രാഫിക്കും കുറച്ച് കാര്യങ്ങളും ഫസ്റ്റ് പാട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് പാട്ടിലുള്ള പോലെ ചില സീൻസൊക്കെ ഭയങ്കര ഹോണ്ടിങ് ആയിട്ട് എനിക്ക് അന്നും ഇന്നും കാണുമ്പോൾ തോന്നുമായിരുന്നു. പക്ഷേ ഇതിലെന്ന് പറയുമ്പോഴത്തേക്കും കുറേ കൂടെ ഒരു ക്ലീഷയായി ഇപ്പോൾ പല രംഗങ്ങളും എഴുതി വെച്ചിരിക്കുന്നതും ക്യാരക്ടേഴ്സ് എല്ലാം അത്രത്തോളം അവർക്ക് അത്രത്തോളം എന്താ പറയുക, ആ ഒരു എന്താ പറയുക, ഇതിൽ നിൽക്കുന്നവർക്കൊരു എന്താ പറയുക, ഒരു കുറേ ഇടത്തൊക്കെ ഒരു ലോജിക് ഓക്കെ, പക്ഷെ എന്തോ ചെറിയൊരു മിസ്സിങ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ചില രംഗങ്ങൾക്കൊരു സ്വാഭാവികമായിട്ടുള്ളൊരു ഒഴുക്കില്ലാത്തതുപോലെ തോന്നി. പക്ഷേ എന്നിരുന്നാലും അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്, കാരണം ഈ ഒരു ആവാരപ്പൻ എന്നുള്ളൊരു ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു തീം അതുപോലെ തന്നെ ഒരു കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ഈ ഒരു ഭാഗത്തിലും അവർ മേക്കേഴ്സ് ശ്രമിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പക്ഷേ എനിക്ക് എടുത്തു പറയേണ്ടത് ഫസ്റ്റ് പാർട്ടിലെ ചില ക്യാരക്ടേഴ്സൊക്കെ നമുക്കത്രത്തോളം നമുക്കത് ഇഷ്ടപ്പെടും. ഇമ്രാൻ ഹാഷ്മി അല്ലാതെ തന്നെ ഇപ്പോൾ അശുതോഷ് റാണയുടെ കഥാപാത്രമൊക്കെ അവരുടെ ഡയലോഗ് ഡെലിവറി, ആ ഒരു ഡയലോഗ്സും കാര്യങ്ങളും കിട്ടുന്ന ഒരു ഇമോഷണൽ കണക്ട് അത്രത്തോളം ഇതിലെനിക്ക് വർക്കായോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഇമ്രാൻ ഹാഷ്മിയുടെ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ ഒക്കെ അയവിറക്കാനും തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ട് ഈ ഒരു സിനിമയിലൂടെ. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കാവുന്നൊരു സിനിമ തന്നെയാണ്. ഇനി ഈ ഒരു ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർക്കും തീർച്ചയായിട്ടും ഇതൊരു ഡിസ്കണക്റ്റ് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യില്ല. കാരണം ഈ ഒരു തീം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. പിന്നെ ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് രംഗങ്ങളും റെഫറൻസ് എല്ലാം നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത്രത്തോളം ആ ഒരു ഡിസ്കണക്റ്റ് വരേണ്ട ഒരു ആവശ്യമില്ല ഒരു തിയേറ്ററിൽ ഈ ഒരു സിനിമ പുതുതായിട്ട് കാണാൻ വരുന്നവർക്ക്. പിന്നെ ഈ ഒരു സിനിമ കാണാൻ വരുന്നവർ അതിന് മുന്നേ ഈ ഒരു പാട്ടുകളെ കുറിച്ചൊക്കെ ഒന്ന് കേട്ടിരിക്കുക. കാരണം നമ്മൾ വീണ്ടും ആ ഒരു BGM ഒരു ഇതൊക്കെ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു പാട്ടുകൾ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്കൊരു കിട്ടുന്ന ഒരു ഫീലുണ്ട്, ഒരു ഇതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമയിൽ വന്നിരിക്കുന്നത്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അഭിപ്രായമില്ല, എന്നാൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ജസ്റ്റ് ഒരു എബോ ആവറേജ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. പക്ഷേ മ്യൂസിക് എന്തായാലും ഇതിലൊരു സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് തന്നെ നിൽക്കുന്നു എന്ന് തീർച്ചയായിട്ടും പറയാം.